പ്രണയം, സ്നേഹം, വിവാഹം അതിനൊക്കെ ആരാണ് പ്രായം നിശ്ചയിക്കുന്നതെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ആലോചിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ ആക്ച്വലി അതിന് പ്രായമില്ല. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ 40 വർഷം മുന്നേ അമ്മ അങ്കിളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്കിളിന് അമ്മയടുത്ത് ഒരു ക്രഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അമ്മ അറിഞ്ഞിട്ടില്ല. പിന്നീട് രണ്ടുപേരും 2 കല്യാണം കഴിച്ചു. ഒരു 10 years ആയിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛൻ പോയിട്ട്, അതായത് മരിച്ചു പോയിട്ട്. അമ്മ ഇപ്പൊ ചെറിയ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ഒരു അങ്ങനെ കുറച്ച് ചെറിയ സീരീസ്, അങ്ങനെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ച സമയത്ത് അത് അങ്കിളെ കണ്ടു വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് ഇതിന്റെ ഡയറക്ടറിന്റെ അടുത്ത് കോണ്ടാക്ട് നമ്പർ ചോദിച്ചു. അങ്ങനെയാണ് ഇവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നത്. പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. ഇത് ആക്ച്വലി ഞങ്ങൾ ഇതൊരു ഭാഗ്യമായിട്ട് കരുതി എന്ന് പറഞ്ഞതിന് തന്നെ ആൾക്കാർ ഇത് ഫുള്ള് വളച്ചൊടിച്ചു. അച്ഛൻ മരിച്ചതാണോ ഭാഗ്യം ഈ കുട്ടികൾ പറയുന്നത്? ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും ക്രിറ്റിസിസം ആണ് വരുന്നത്. അച്ഛൻ മരിച്ചതാണോ? ഇതൊക്കെ അങ്ങനെ ഏത് മക്കളാണ് അച്ഛൻ മരിക്കുന്നത് സന്തോഷിക്കുന്നത്? ഈവൻ നമ്മളോട് നേരിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഞാനാണെങ്കിൽ എന്റെ അമ്മയെ സമ്മതിക്കില്ല എന്ന് നേരിട്ട് പറഞ്ഞ പ്രശ്നമില്ലായിരുന്നോ? എന്റെ ഫാദർ മരിച്ചിട്ട് കുറച്ചധികം ഇയേഴ്സ് ആയി. ഞാനും എനിക്ക് സിസ്റ്ററും ആണുള്ളത്. എന്റെ ഉമ്മ കുറേ ഇയേഴ്സ് ആയിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പൊ ഞാന് ഒരു ടൈം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ ഒരു കല്യാണം കഴിക്കും. എനിക്ക് ഒരു കല്യാണം ആകുന്നതിന് മുന്നേ തന്നെ എന്റെ ഉമ്മീനെ ഒരാളുടെ കൈ പിടിച്ച് കൊടുക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സീരിയസ്ലി എനിക്ക് എൻ്റെ ഉമ്മീനെ കല്യാണം കഴിപ്പിക്കാനും എൻ്റെ ഉമ്മയ്ക്ക് നല്ലൊരു പാർട്ട്ണർ വരാനും അവര് നല്ലൊരു ലൈഫ് ജീവിക്കുന്ന കാണാനും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ഉമ്മയ്ക്ക് കൂട്ടായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മസ്താനി വെറൈറ്റി മീഡിയ. കോൺടാക്ട് മീ. ഇപ്പൊ എവിടെയാ കപ്പിൾസിന് ഹണിമൂണിന് വിട്ടോ? ഇല്ല ഇപ്പൊ ഒരു റിസപ്ഷൻ ഉണ്ട് സാറ്റർഡേ. അത് കഴിഞ്ഞിട്ട് അവര് നെക്സ്റ്റ് വീക്ക് പോകും ഹണിമൂണിന്. തായ്ലൻഡ്. അയ്യോ, അവര് പൊളിക്കട്ടെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഈ പ്രണയം, സ്നേഹം, വിവാഹം അതിനൊക്കെ ആരാണ് പ്രായം നിശ്ചയിക്കുന്നതെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ആലോചിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ ആക്ച്വലി അതിന് പ്രായമില്ല എന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. അതും നമ്മൾക്കൊക്കെ എത്ര പേർക്ക് ഭാഗ്യം കിട്ടും നമ്മളുടെ പേരൻസിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ 2 മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്, ശ്വേത ആൻഡ് ശരണ്യ. വെൽക്കം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കണ്ടു. അപ്പം എന്താ ശരിക്കും സംഭവം? അതായത് എനിക്കിത് കാണുമ്പോൾ നമ്മുടെ കല്യാണരാമനിലെ ഒരു സാധനമല്ലേ, കുറേ നാൾക്ക് ശേഷം ദിലീപും അവരുടെ ആ ക്യാരക്ടർ വൈസ് ആയിട്ട് അവര് ഒന്നാവുന്നു. എന്താ കുറെ കമന്റ്സ് ഞാൻ കണ്ടു, കഥയിലെ രാജകുമാരി ഒന്നായി എന്നൊക്കെ. അപ്പോ നിങ്ങളുടെ അമ്മയാണ് കല്യാണം കഴിപ്പിച്ചത്. ഇപ്പൊ 40 വർഷത്തെ പ്രണയം എന്ന് കേൾക്കുന്നുണ്ട്. അതെ, 40 വർഷത്തെ പ്രണയം അല്ല, അത് ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ 40 വർഷത്തെ പ്രണയം എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. 40 വർഷം എന്ന് പറയുന്നത് അങ്കിളിന് അമ്മയടുത്തുണ്ടായ ഇഷ്ടമാണ്. 40 വർഷം മുന്നേ 40 വർഷം മുന്നേ അമ്മ അങ്കിളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്കിളിന് അമ്മയടുത്ത് ഒരു ക്രഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മയടുത്ത് അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല, ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രണ്ടുപേരും 2 കല്യാണം കഴിച്ചു. എൻ്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അവർ സന്തോഷമായിട്ട് ജീവിച്ചു. അതേപോലെ അങ്കിളും വേറെ കല്യാണം കഴിച്ചു, ആൻറ്റിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. ഒരു 10 years ആയിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛൻ പോയിട്ട്, അതായത് മരിച്ചു പോയിട്ട്. അത് മരിച്ചു പോയി എന്ന് പറയാൻ കാരണം അച്ഛൻ എവിടെയാണ് എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് നമ്മളങ്ങനെ മനസ്സിലങ്ങനെ വിചാരിക്കുന്നില്ല, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറയുകയാണ്, കാരണം ആ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട്. അച്ഛൻ മരണപ്പെട്ടതാണ്, അച്ഛന് വയ്യായ്മ ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. അപ്പം ആൻറ്റി അതേപോലെ തന്നെ മരണപ്പെട്ടതാണ്. അപ്പം കുറേ കമൻസ് കണ്ടതിൽ ആൻറ്റീനെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് അങ്കിൾ വന്ന് അമ്മയെ കല്യാണം കഴിച്ചത് എൻ്റെ അച്ഛൻ്റെ മരണശേഷം എന്നൊക്കെ പറഞ്ഞ് കുറേ ചീപ്പ് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പം അതുകൊണ്ട് ആ ഒരു ക്ലാരിറ്റി ഞാൻ ആദ്യം അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പം രണ്ടുപേരുടെയും മരണശേഷം അവർ രണ്ടുപേരും ഒറ്റപ്പെട്ട് കഴിയുമായിരുന്നു. അപ്പോൾ അങ്കിളിന് അപ്പം തൊട്ടേ എനിക്ക് ഒന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പ്രപ്പോസൽസ് ഒക്കെ ഫാമിലി ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രപ്പോസൽസ് നോക്കി. പിന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരാൾ ശരിയായി വരണമല്ലോ. അങ്ങനെ ഞങ്ങളുടെ അമ്മയ്ക്കാണെങ്കിലും കല്യാണം കഴിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അമ്മ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അമ്മ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കണം. ബിക്കോസ് അച്ഛൻ പോകുമ്പോ അമ്മയ്ക്ക് 48 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അമ്മയെ ഭയങ്കരമായിട്ട് അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒരാളാണ്. അപ്പൊ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ എപ്പോ ഒരു ബ്രഷ് ഓഫ് ചെയ്ത് കളുണ്ടായിരുന്നുള്ളൂ. എപ്പോ പറഞ്ഞാലും അമ്മ അതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു പോകുന്നതും ഒക്കെ. ഫൈനലി ഇപ്പം എല്ലാം കൂടെ എനിക്ക് ഒരു മാസം ആയി കാണും. അപ്പോഴാണ് അമ്മ ഇപ്പൊ ചെറിയ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചെറിയ സീരീസ് അങ്ങനെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ച സമയത്ത് അത് അങ്കിളെ കണ്ടു വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് ഇതിന്റെ ഡയറക്ടറിന്റെ അടുത്ത് കോണ്ടാക്ട് നമ്പർ ചോദിച്ചു. അങ്ങനെയാണ് ഇവര് വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്കിള് അതെ, അതാണ് ഞാൻ പറയുന്നത്. അത് ആദ്യം തൊട്ടേ നമ്മൾ പറയുന്നത് ഇതൊരു ലവ് മാരേജ് എന്ന് പറയാനില്ല. അങ്കിളിന്റെ ലവ് ആയിരിക്കാം. ഒരു പക്ഷേ 40 വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ക്രഷ്, അങ്ങനെ പറയാനേ ഉള്ളൂ. അത് ബിക്കോസ് അവർ ആ സമയത്ത് സംസാരിച്ചിട്ടോ മിണ്ടിട്ടോ അവരുടെ ഇഷ്ടം പറഞ്ഞിട്ടോ ഒന്നുമില്ല. അമ്മയ്ക്ക് അറിഞ്ഞിട്ടേ ഇല്ല അമ്മ ആ കാര്യം. അമ്മ ഇപ്പോഴാണ് ഈ അങ്കിൾ ഈ കഥ പറയുമ്പോഴാണ് ഇങ്ങനൊരു ഇഷ്ടം ആൾക്ക് ഉണ്ടായിരുന്നു നേരത്തെ എന്നുള്ളത് അമ്മ പോലും അറിയുന്നത് ഈ 1 മാസത്തിലാണ്. അതിനുശേഷം ഇങ്ങനെ അപ്പോൾ പിന്നെ നമ്പർ വാങ്ങി പ്രപ്പോസലായിട്ട് തന്നെ വന്നതാണ്. അവർ തമ്മിൽ ആദ്യം സംസാരിച്ചു. നമ്പർ വാങ്ങി ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് അങ്കിള് വർഷങ്ങൾക്ക് മുന്നേ അമ്മയെ കണ്ടിട്ടുള്ളത്. അപ്പൊ അമ്മ കണ്ടിട്ടൊക്കെ ഉണ്ട് അങ്കിളിനെ. അപ്പം അമ്മയ്ക്ക് കാണുമ്പോ നമ്മളിപ്പോ നാട്ടുകാരാകുമ്പോ നമ്മുടെ നെയ്ബറും ആണ് അങ്കിള്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാം, അങ്കിളിനെ അറിയാതെ ഇല്ല അങ്ങനെയൊന്നുമില്ല. അപ്പം സംസാരിച്ചു കഴിഞ്ഞു. അവർ ഓക്കെ ആയിരുന്നു. അവർ സംസാരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് തന്നെ ഇങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഞങ്ങളോട് പറയാൻ ശരിക്കും ഒരു ചമ്മലുണ്ടായിരുന്നു. അത് എല്ലാ അമ്മമാർക്കും ഉള്ളൊരു കാര്യമാണല്ലോ. എത്ര നമ്മൾ ഫ്രീ ആയിട്ടുള്ള മക്കളാണെങ്കിലും അവരുടെ കാരണം നമ്മൾ പലപ്പോഴായിട്ട് അമ്മയെ ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അമ്മ കല്യാണം കഴിക്കുന്നില്ലേ, അമ്മ ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ഫോഴ്സിങ് ചില വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഫോഴ്സിങ് നമ്മൾ അമ്മയോട് പറയായിരുന്നു നമുക്ക് ആഗ്രഹം. അമ്മ ഇങ്ങനെ കുടുംബവിളക്ക് ടൈപ്പ് ആണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അതേപോലെ അമ്മ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾക്ക്. അതിനുവേണ്ടി ഒരിക്കലും ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശ രൂപത്തിലും പറയായിരുന്നു. അമ്മ എന്നോട് പറയും കല്യാണം കഴിക്കുന്നത്. ഞാൻ പറയാം അമ്മയും കല്യാണം കഴിക്കും. അല്ല, മാരീഡ് അല്ല, സിംഗിൾ ആണ് ആളിപ്പോ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് എപ്പോ പറഞ്ഞാലും അമ്മ ഇങ്ങനെ തടസ്സം മാറി നിൽക്കുക. അങ്ങനെ ഒരാള് ഇപ്പൊ ഞാൻ ഓക്കെ ആണെന്ന് എങ്ങനെയാണ് നമ്മളോട് പറയാ? അതിനൊരു മടി ഉണ്ടാവും. ഈ പ്രായത്തിലുള്ള എല്ലാ അമ്മമാർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോലും മക്കളോട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങള് പക്ഷെ 100% സന്തോഷത്തോടുകൂടിയാണ് അത് വെൽക്കം ചെയ്തത്. അതിന് ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. ഹസ്ബൻഡ് അടുത്ത് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ തീർച്ചയായിട്ടും നമ്മൾ നടത്തി കൊടുക്കണം, ഇത് നല്ലൊരു കാര്യമാണ്. കാരണം അവർക്കൊരു ന്യൂ ലൈഫ് എന്ന് പറയുന്നത് എത്ര നാള് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കും. അത് മാത്രമല്ലല്ലോ, ഒരു എന്താ പറയാ, ഭാര്യയുടെ എല്ലാ കടമകളും കൃത്യമായിട്ട് നിർവഹിച്ച ഒരാളാണ് എൻ്റെ അമ്മ. അത്രയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അച്ഛന് വേണ്ടി ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്കത് പറയാം. അത്രയും കൃത്യമായിട്ട് അച്ഛൻ്റെ കാര്യങ്ങൾ വർഷങ്ങളോളം അച്ഛന് വയ്യായ്മ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു മടി പോലും മുഖം പോലും ഒന്ന് ചുളിക്കാണ്ട് അച്ഛൻ അത്രയും കൃത്യമായിട്ട് നോക്കിയ ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇനിയും ആ വേദന ഓർത്ത് സങ്കടപ്പെട്ട് കഴിയേണ്ട കാര്യമില്ല എന്ന് നമ്മൾ രണ്ടുപേരും ഉറച്ച് വിശ്വസിച്ച ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഈ ഒരു ലൈഫിലേക്ക് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അമ്മേനെ കൈ പിടിച്ചു കൊടുത്തു എന്ന് തന്നെ പറയും. അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തത്. അത് ആക്ച്വലി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണല്ലോ ശരിക്കും. നമ്മളിപ്പം ചെറുപ്പത്തിൽ ഇപ്പൊ നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോ പേരൻസിന്റെ ആൽബം ഒക്കെ കാണുമ്പോ ഞാനൊക്കെ കരഞ്ഞിട്ടുണ്ട്, ഇത് ഞാനെവിടെ എന്താ വിളിക്കാതെ. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി അത് കാണാൻ പറ്റുന്നത് നല്ലൊരു മൊമെന്റ് ആണ്. ഇത് ആക്ച്വലി ഞങ്ങൾ ഇതൊരു ഭാഗ്യമായിട്ട് കരുതി എന്ന് പറഞ്ഞതിന് തന്നെ ആൾക്കാർ ഇത് ഫുള്ള് വളച്ചൊടിച്ചു. അച്ഛൻ മരിച്ചതാണോ ഭാഗ്യം ഈ കുട്ടികൾ പറയുന്നത്? ഭാഗ്യം എന്ന് പറഞ്ഞേക്കോ. നമ്മളന്ന് പറഞ്ഞത് അച്ഛൻ അമ്മ ഒരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് കാണാൻ പറ്റിയ ഭാഗ്യം, ആ മൊമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അമ്മ വിഷമിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണ്ട, അമ്മയ്ക്ക് ഒരു പാർട്ട്ണർ ഉണ്ടാവുക, അത് കാണാൻ പറ്റിയതിന്റെ സന്തോഷമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെയും ക്രിറ്റിസിസം ആണ് വരുന്നത്. അച്ഛൻ മരിച്ചതാണോ, ഇതൊക്കെ ഏത് മക്കളാണ് അച്ഛൻ മരിക്കുന്നത് സന്തോഷിക്കുന്നത്? പിന്നെ ഞങ്ങള് നമ്മുടെ അച്ഛനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ അടുത്തറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം എത്ര ക്ലോസ് ആയിരുന്നു നമ്മൾ എന്നുള്ളത്. അപ്പം നമ്മൾ ഭയങ്കര ക്ലോസ്ലി നെറ്റ് ഫാമിലി ആയിരുന്നു. ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരും. ഫ്രണ്ട്സിനെ പോലെ ജീവിച്ചതാണ് ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും.
അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഫീൽ ആവുന്നതല്ല, ഒരു ബോധം ഇല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അപ്പോഴും പറയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെഗറ്റീവ് കമന്റ്സും വരും എന്നുള്ളത്. അതൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയുന്നതിന് ഒരു എത്തിക്സ് ഉണ്ട്, അത് കീപ്പ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പറയുന്നതിൽ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇന്റർവ്യൂ എന്തിനാ തരുന്നത് എന്നുള്ള അടുത്ത ചോദ്യം ചോദിക്കും. നിങ്ങളെടുത്ത് ഇവിടെയൊക്കെ വന്നിരുന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. കാരണം ഈ ഇത്രയും നെഗറ്റീവ്സും കാര്യങ്ങളും ഒരു 90% ആൾക്കാരും പോസിറ്റീവ് ആയിട്ടോ പറയും. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് നമുക്ക് മെസ്സേജസ് ആയിട്ടും കമന്റ്സ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. അവരെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഈ ബാക്കി 10% ഈ ഫ്രസ്ട്രേഷൻ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ മക്കള് സമ്മതിക്കാത്തവരായിരിക്കാം. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. പേഴ്സണലി മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്. എനിക്കും ആഗ്രഹമാണ് മോളെ, 10 വർഷം ആയി, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്റെ മക്കളൊക്കെ അബ്രോഡാണ്, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അവർ സമ്മതിക്കില്ല. നേരിട്ട് പറഞ്ഞവരുണ്ട്, മെസ്സേജസിലൂടെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പേരൻസ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മക്കള് പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്മളോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചാൽ ഞാനാണെങ്കിൽ എന്റെ അമ്മയെ സമ്മതിക്കില്ല എന്ന് നേരിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. പ്രശ്നമില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് എന്തോ കുറ്റം ചെയ്യുന്ന രീതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ആൾക്കാരുടെ നെഗറ്റീവ് തോട്ട്സോ ഇതൊന്നും നമുക്ക് ആൾക്കാരോട് നെഗറ്റീവായിട്ട് ചിന്തിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അവര് ചിന്തിച്ചോട്ടെ, അവര് ചിന്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവര് തന്നെയാണ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ കോമഡി, ഇത്ര നന്നായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ സിനിമയിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതണം തോന്നുന്നു. അത്ര നന്നായിട്ടാണ് കഥ എഴുതുന്നത്. ഒരു 40 വർഷം മുമ്പേ അങ്ങനെ ആയിരുന്നു, പിന്നെ വീട്ടുകാർ സമ്മതിച്ചില്ല, അങ്ങനെ വന്നു. ഇത്രയും നാള് കഷ്ടപ്പെട്ട് എന്റെ അച്ഛന്റെ കൂടെ ഇഷ്ടമില്ലാതെ ജീവിച്ചു, ഫൈനലി അവർക്കൊരു ലൈഫ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. വാട്ട് ആർ യു ഡൂയിങ്? 40 വർഷം കാത്തിരുന്നതാണോ നിങ്ങള്? ആദ്യം ചോദിച്ചു 40 വർഷം എന്ന് പറയുമ്പോ ഞാൻ 40 വർഷം അത് ശരിക്കും അങ്കിള് പറഞ്ഞ അങ്കിളുടെ സത്യസന്ധമായ കാര്യമാണ്. അങ്കിളിന് 40 വർഷം മുന്നേ അമ്മ എടുത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ആ സമയത്ത് എന്റെ അമ്മയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. എന്റെ അമ്മ അച്ഛനെ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അവരൊരു 10th ഒക്കെ തൊട്ടേ അവര് റിലേഷൻഷിപ്പിലായിരുന്നു. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. അമ്മ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് കൂടിയില്ല. അപ്പൊ അങ്കിളിനൊരു ഇഷ്ടം, ഇപ്പൊ നമുക്ക് ഒരാളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് വേറൊരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലെന്നൊന്നും ഇല്ലല്ലോ. വേറൊരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളത് അറിഞ്ഞിട്ട് കൂടിയില്ല. വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒന്നിക്കാൻ ഒരു രണ്ടുപേരുടെയും ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് മാത്രം പ്രപ്പോസ് ചെയ്തു, അത് നടന്നു. അത് വളരെ സന്തോഷമായിട്ട് അവർ കഴിയുന്നു. നല്ലൊരു അങ്കിളാണ്. നമുക്ക് ഭാഗ്യമാണ് അങ്ങനെ ഒരു പാർട്ട്ണറിനെ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയത്. അങ്കിൾ ഇതൊന്നും ബോധർ ചെയ്യുന്ന കാര്യങ്ങളെ അല്ല. അങ്കിള് അതുകൊണ്ടാണ് അങ്കിൾ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, 40 വർഷത്തിന് മുന്നേ ഉണ്ടായ ഒരു ക്രഷിനെ കുറിച്ചിട്ട് ഈ പ്രായത്തിൽ അങ്കിള് പറയേണ്ട കാര്യം അങ്കിളുടെ കുട്ടികളോടും അങ്കിള് പറഞ്ഞിട്ടുണ്ട് അത് ഓപ്പൺ ആയിട്ട്. ഇപ്പൊ എന്നിട്ട് ഇപ്പൊ എവിടെയാ കപ്പിൾസിന് ഹണിമൂണിന് വിട്ടോ? ഇല്ല ഇല്ല, ഒരു റിസപ്ഷൻ ഉണ്ട് സാറ്റർഡേ. അത് കഴിഞ്ഞിട്ട് അവര് നെക്സ്റ്റ് വീക്ക് പോകും ഹണിമൂണിന്. തായ്ലൻഡ്. അവര് പൊളിക്കട്ടെ. അതെ, അവര് സന്തോഷമായിട്ടിരിക്കട്ടെ. അവർക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റുന്ന സമയത്തല്ലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് പോയി കാണാം. ഇപ്പൊ രണ്ടുപേരുടെയും റിട്ടയർഡ് ലൈഫിന്റെ സമയമാണ്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം പ്ലാൻ ചെയ്താൽ മതിയല്ലോ. അതനുസരിച്ച് അവര് പോയി സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് വരട്ടെ. ഫാമിലി അല്ല, ആക്ച്വലി ഞാൻ പറയട്ടെ, ഇപ്പം സിംഗിൾ പേരൻസ് ആണെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ മക്കളിപ്പം നമ്മളുടേതായ കാര്യങ്ങൾ നോക്കി ജോലി നോക്കി വേറെ സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ സമയത്ത് വീട്ടില് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കായിരിക്കും. ആ സമയത്ത് അവർക്കൊരു കൂട്ട് വേണം. ഈ പറയുന്ന പോലെ എത്രാന്ന് വെച്ച് മക്കളെ ഡിപ്പെൻഡ് ചെയ്യാം, എന്തൊക്കെ മക്കളോട് നമുക്ക് പറയാൻ പറ്റും, എല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ആ സ്ഥാനത്ത് നമുക്ക് സ്വന്തം എന്ന് പറയുന്ന ഒരാള് എല്ലാ ആൾക്കാർക്കും വേണം. അതിന് ഇന്ന പ്രായമൊന്നും ഇല്ല ഗൈസ്. ഞാൻ ചില നെഗറ്റീവ് കമന്റ്സ് കണ്ടു, പക്ഷെ നമ്മള് അതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് ആണ് നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല. അതെ, നമ്മള് ഒരുപാട് പേര് വിളിച്ചു, എങ്ങനെയാണ് നമ്പറൊക്കെ കിട്ടിയെന്ന് തന്നെ അറിയില്ല. അങ്ങനെ വിളിച്ച് കുറെ പേര് സംസാരിച്ചു, വളരെ സന്തോഷം. കുറെ അമ്മമാര് വിളിച്ചു നമ്മളെ, വളരെ നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. പിന്നെ ഈ പറയുന്ന പോലെ ഈ എല്ലാ മക്കളും വിചാരിച്ചിരിക്കുന്നത് അവരുടെ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാ. അവർ ഒരു പ്രാവശ്യം പോലും ചോദിച്ചിട്ടുണ്ടാവില്ല അച്ഛനും അമ്മയും ഈ ലൈഫിൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ നോക്കിയിരിക്കുന്നതൊക്കെ ഹാപ്പി ആണോ. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഈ കമന്റ്സിൽ വരുന്നവർ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ സമയം അമ്പലവും പ്രാർത്ഥനയായിട്ട് നിൽക്കണം, കൊച്ചുമക്കളെ നോക്കിയിരിക്കണം. അത് ആരാണ് തീരുമാനിക്കേണ്ടത്? ആ ഓരോ ഇൻഡിവിജ്വൽ അല്ലേ. ഓരോരുത്തവരാണ് ചിന്തിക്കേണ്ടത്, എനിക്ക് എൻ്റെ കുട്ടിയെ നോക്കി വീട്ടിൽ ഇരിക്കുന്നതാണോ, കിടന്നുറങ്ങുന്നതാണോ, സീരിയൽ കാണുന്നതാണോ, അതോ യാത്ര ചെയ്യുന്നതാണോ, ഒരു പാർട്ട്ണറുമായിട്ട് ചായ കുടിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളത് അവരാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അത്രയും അവരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വാലിറ്റിയാണ്, ഓരോരുത്തരുടെയും ഒരു പെർസ്പെക്റ്റീവ് ആണ് എങ്ങനെ വേണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് അവരെ വിടുക. നിങ്ങൾക്ക്
നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതിയെങ്കിൽ അവര് ചെയ്യണ്ട, അവര് ചായ കുടിക്കണ്ട അല്ലേ, അത്രേ ഉള്ളൂ. ഇതിനു മുമ്പ് അമ്മ ഇപ്പൊ ഒറ്റയ്ക്ക് കൊല്ലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 3 വർഷം ആവുന്നു ഓൾമോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് എറണാകുളത്തേക്ക്. അതും കാരണം അവിടെ അമ്മ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ ഒരാളിങ്ങനെ ഇരുന്ന് നെഗറ്റീവ് ആവുന്നത് നമുക്ക് സങ്കടം ഉണ്ടായിട്ടാണ് നമ്മൾ അമ്മയോട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ്. ഇപ്പം ഈ അനീതി ഉണ്ട് ഇവിടെ, നമ്മളെല്ലാരും ഒരുമിച്ച് നിൽക്കും. ഞാൻ ലീവ് കിട്ടും, ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ലീവ് കിട്ടുമ്പോൾ വരും നമ്മളെല്ലാരും. ഇപ്പൊ അമ്മ കുറച്ചുകൂടെ ഓപ്പൺ ആയി, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നല്ല കൊല്ലത്തുള്ളതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊച്ചിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മിക്സപ്പ് ആയി. അമ്മ കുറച്ചുകൂടെ ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ട് തന്നെയാണ്. ഇപ്പം ലോൺലിനെസ് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ആരും കൂടി ഇല്ലാഞ്ഞിട്ടോ ഞങ്ങൾക്ക് നോക്കാൻ വയ്യാഞ്ഞിട്ടോ അതൊന്നും കൊണ്ടല്ല. നമ്മളില്ലാത്തൊരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു ബ്ലാങ്ക് ഫീലിംഗ് ചില സമയത്ത് വരാറുണ്ട്. എനിക്കാണെങ്കിലും ചില സമയത്ത് ചില കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ സിസ്റ്റർ ഉണ്ട്, അമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ പാർട്ട്ണറായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ജീവിച്ചവരാണ് അവർ രണ്ടുപേരും, എൻ്റെ അച്ഛനും അമ്മയും. അപ്പം അങ്ങനെയുള്ള ഒരു സ്പേസിലേക്ക് ഒരാൾ വരിക, അവർക്ക് വീണ്ടും ഒരു കമ്പാനിയൻ കിട്ടുക, ആ ഒരു കാര്യങ്ങളും സങ്കടങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ. അപ്പൊ എന്തുകൊണ്ട് റൈറ്റ് ആയിട്ട് ഒരു പാർട്ട്ണറിന് റൈറ്റ് സമയം റോങ് സമയം എന്ന് പറഞ്ഞൊരു സമയമില്ല. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞത് ഇന്ന പ്രായത്തിൽ സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര പ്രായത്തിന് ശേഷം ഒരാൾക്ക് പ്രണയം തോന്നാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, അങ്ങനെ കുറെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആക്ച്വലി ചില സമയത്ത് നമ്മൾ ആലോചിക്കും ഇതൊക്കെ ആരാ നിശ്ചയിക്കുന്നത്, 30 വയസ്സിന് ശേഷം കല്യാണം നടക്കില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ കുറെ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ട്ണർ മരിച്ച മറ്റു പിന്നെ വെള്ള സാരി കൊടുത്ത് വിധവയായിട്ട് കഴിയണം, നടക്കണം, ഹാപ്പി ആവാൻ പാടില്ല, ഇങ്ങനെ പാടുള്ളൂ. അല്ല, എന്റെ അമ്മ അങ്ങനെ ആയിരുന്നു കേട്ടോ. നമ്മുടെ അമ്മ അങ്ങനെ സാരി, നല്ലൊരു കളർഫുൾ സാരി ഉടുക്കില്ല, ചുമന്ന പൊട്ട് വെക്കില്ല, പൊട്ടേ വെക്കില്ല, ഹെയർ കളർ ചെയ്യില്ല, ഒരു വല്ലാത്തൊരു രൂപത്തിൽ വന്ന. പക്ഷെ അച്ഛനുള്ള കാലത്ത് എന്നും രാവിലെ എണീറ്റ് കുളിച്ച് വലിയ സിന്ദൂരൊക്കെ തൊട്ട് വലിയ പൊട്ടൊക്കെ ഇട്ട് ചന്ദനപ്പൊടി, അത് അമ്മേനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ ഒരാള് പെട്ടെന്ന് മാറി. ഇപ്പൊ എന്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയപ്പോഴത്തേക്കാണ്, ഫസ്റ്റ് സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോഴത്തേക്കാണ് ഞാനാണ് ഒരു പൊട്ടമ്മയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ പൊട്ട് മാറ്റരുത്, അത് എന്നും അത് ഉണ്ടാവണം. കാരണം അച്ഛൻ അത് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ ഈവൻ മരിക്കുന്ന സമയത്ത് തൊട്ട് മുന്നേ പറഞ്ഞു നീ എന്നും ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് സിന്ദൂരം ഇട്ട് നിൽക്കണം. സിന്ദൂരം അച്ഛനൊരു വീക്ക്നെസ് ആയിരുന്നു. അത് നമുക്കും അങ്ങനെയാണ്, കാരണം നമ്മൾ അമ്മയെ കണ്ടത് അങ്ങനെയാണല്ലോ, ഐശ്വര്യാണ്. അപ്പൊ അങ്ങനെ ഇട്ട് നിൽക്കണത് എന്ന് പറയുന്നത് അമ്മ, ഇപ്പൊ ഞാൻ മാരീഡ് ആണ്, ഞാൻ സിന്ദൂരം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളല്ല. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ സിന്ദൂരം ഇട്ട് നടക്കുന്നത് അമ്മയ്ക്കും ഇഷ്ടമാണ്, അച്ഛനും ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് പറ്റാത്തത് കൊണ്ട് അമ്മ അത് ചെയ്തിട്ട് ഒന്നുമില്ല. അമ്മ ഇങ്ങനെ ഒരു വല്ലാണ്ടൊരു ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ പറയുന്നവര് പറയുന്നുണ്ടല്ലോ ഇതിപ്പോ ലവ് മാരേജ് ആണ്, നിങ്ങളെന്താ നിങ്ങൾ ചതിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്കിളിന്റെ വൈഫ് മരിച്ചിട്ട് 5 വർഷവും എന്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായിട്ടുണ്ട്. ഈ 5 വർഷം കഴിഞ്ഞപ്പോ തന്നെ കെട്ടിക്കൂടായിരുന്നോ? ഈ 10 വർഷം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്താ ചതിക്കാന്ന് പറയാൻ വേണ്ടി ആരുടെയും ഹസ്ബൻഡിനെയോ ആരുടെയോ വൈഫിനെയോ ഒന്നും ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചല്ല. ഇവർ രണ്ടുപേരും സിംഗിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണല്ലോ. അപ്പൊ അവര് കല്യാണം കഴിക്കുന്നത് എങ്ങനെ അത് ഒരു അവിഹിതോ അല്ലെങ്കിൽ ഇല്ലജിമേറ്റ് എന്തെങ്കിലും ആവുന്നതിന്റെ കാര്യം എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ ഒന്നും അല്ല. രണ്ടുപേരും സൊസൈറ്റി പറയുന്ന പോലെ പറ്റണമെന്നില്ലല്ലോ. നമ്മൾക്കിപ്പം നമ്മൾ വിചാരിക്കുന്നതാണല്ലോ കറക്റ്റ്. എല്ലാവർക്കും അവരുടേതായ റൈറ്റ്സും റോങ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഓഫ് ആളുകള്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ള ആൾക്കാര്, അച്ഛന്മാരുടെ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും സൊസൈറ്റി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം എന്റെ വീട്ടിലാണെങ്കിലും എനിക്ക് സിംഗിൾ മദറാണ്. അപ്പൊ ചില സമയത്ത് എന്റെ ഉമ്മ ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി, അപ്പം ചില സമയത്ത് പുള്ളിക്കാരിക്ക് ഒന്ന് ചുരിദാറിട്ട് പോകണം ഉണ്ടാകും. പക്ഷെ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാല് എന്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാല് എന്ത് പറയും, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോ ആൾക്കാർ എന്ത് പറയുന്നു വിചാരിച്ചിട്ട് അവരവരുടെ കുറെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന പോലെ ഞാനും അത് ചെയ്തൂടെ ഇത് ചെയ്തൂടെ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നൊക്കെ പറയും. പുള്ളിക്കാരിക്ക് അതൊന്നും താല്പര്യമില്ല. മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് അവരെന്ത് വിചാരിക്കും, അങ്ങനെ ചിന്ത ഉള്ള കുറെ ആൾക്കാരുണ്ട്. അമ്മയ്ക്കും ഉണ്ടായിരുന്നല്ലോ, അമ്മയ്ക്കും നമ്മളോട് ഇത് പറയാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമേ നമ്മളോട് പറയാൻ ഇത് സൊസൈറ്റി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. മരിമോനും ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര കൂളായതിനു ശേഷമാണ് അമ്മയും പിന്നൊന്ന് ശാന്തായത്. അമ്മയ്ക്ക് ഓക്കെ പ്രശ്നമില്ലല്ലേ, അപ്പം നമുക്ക് നോക്കാല്ലേ. പിന്നെ പുള്ളിക്കാരൻ വന്നാ നമ്മൾ 3 പേര് കട്ടൊക്കെ ഉണ്ട്, ഒരു പ്രശ്നമില്ല,
സൊസൈറ്റി എന്ത് പറയുന്നു അറിയേണ്ട കാര്യമില്ല. ഇത് എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈഫാണ്. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടല്ലോ ഒന്നും ചെയ്യുന്ന. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സൊസൈറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? അവരൊന്നും അല്ലല്ലോ നമ്മളെ നോക്കുന്നത്, അല്ലേ? നമ്മൾ ഈ അച്ഛനില്ല എന്ന് പറഞ്ഞല്ലോ, അതേപോലെ നമ്മുടെ അച്ഛൻ പോയി 10 വർഷമായി. ഈ സൊസൈറ്റിയിൽ ആരെങ്കിലും വന്നിട്ടാണോ നമ്മളെ നോക്കിയത്? നമ്മുടെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല ഒരു ജോലിയിൽ കയറി, ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ പഠിത്തം, ജോലി, ഞങ്ങളുടെ കല്യാണം, ഫാമിലി, ഇതെല്ലാത്തിനും എന്ത് സിറ്റുവേഷനിലൂടെ നമ്മൾ ഗുഡ് ആൻഡ് ബാഡ് സിറ്റുവേഷൻസ് ലൈഫിൽ ഫേസ് ചെയ്തതെല്ലാം തനിച്ചാണ്. അച്ഛനും ഇല്ലാത്തൊരു സമയത്ത് ഞാനും സിസ്റ്ററും എൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡും. പക്ഷെ അതിന് മുന്നേ വരെ നമ്മൾ മാത്രമാണ് എന്തൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ളത്. അച്ഛന് വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എത്ര വർഷം. അതൊക്കെ ഞാൻ 10th പഠിക്കുന്ന സമയം തൊട്ടേ അച്ഛന് വയ്യായ്മയുണ്ട്, എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും വയ്യാണ്ട്. ഇവർ 3 പേരും ഒരേ സമയത്ത് ഹോസ്പിറ്റലിൽ കിടന്ന സമയമുണ്ട്. അമ്മ സിംഗിൾ ചൈൽഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ ആരും ഇല്ല നമുക്ക് ഒന്ന് ഏൽപ്പിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ബ്രദേഴ്സോ. എത്രയോ ദിവസം നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. അപ്പൂപ്പനും അമ്മമ്മയൊക്കെ വീട്ടിൽ ഞങ്ങൾ കൂട്ടിയിട്ടിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരുന്നു ഞങ്ങളുടെ ലൈഫ്. ലൈഫിന്റെ കുറെ നല്ല ഭാഗം നമ്മൾ ഹോസ്പിറ്റലിൽ എത്രയോ മാസങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് കോളേജിൽ പോകും, സ്കൂളിൽ പോകും, ഇങ്ങനെ പോയിരുന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരും ഉണ്ടായിട്ടില്ല. എവിടെയായിരുന്നു എല്ലാരും? അന്ന് അതാ പറഞ്ഞത്, നമ്മളെ ഇപ്പൊ അച്ഛനെ ഓർക്കുന്നില്ലേ ഈ കുട്ടികൾ എന്ത് ചിരിച്ചാ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയുടെ ഒരു നല്ല മുഹൂർത്തത്തിൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണോ നിൽക്കേണ്ടത്? ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെയല്ലേ ഇരിക്കുള്ളൂ. അച്ഛന്റെ കാര്യം അച്ഛന്റെ ഒരു റീപ്ലേസ്മെന്റ് അല്ലല്ലോ, അമ്മയ്ക്ക് ഒരു ഹസ്ബൻഡാണ്. അതെ, അത് ഞങ്ങളുടെ അച്ഛന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടല്ലല്ലോ. നമുക്ക് നമ്മുടെ അമ്മയുടെ ഹസ്ബൻഡ്, നമുക്കൊരു അച്ഛന്റെ സ്ഥാനം കൊടുക്കാനേ പറ്റത്തുള്ളൂ. അച്ഛനല്ല ഒരിക്കലും. അത് മനസ്സിലാക്കാണ്ട് അച്ഛനെ മറന്നിട്ടുള്ള എന്തൊരു സന്തോഷിച്ചാണ് അവർ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ഞങ്ങളുടെ അച്ഛനോടുള്ള നമ്മുടെ അടുത്തുള്ള നമുക്കുള്ള സ്നേഹമോ അല്ലെങ്കിൽ അച്ഛൻ്റെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ എങ്കിലും ഈ കമന്റ്സ് വന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതൊന്നും ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ഇതിന്റെ അപ്പുറം കടന്നു പോയിട്ടുള്ളവരാണ് ഞങ്ങളെ ഫാമിലി. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ, എന്റെ സിസ്റ്റർ, എന്റെ ഹസ്ബൻഡ്, എന്റെ അമ്മ, ഇപ്പൊ JP അങ്കിള്, എന്റെ മോള്, ജയപ്രകാശ് എന്ന പേര്, JP അങ്കിൾ, ഇത്രയും പേര് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇത്രയും പേര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതല്ലാണ്ട് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നില്ല. ഈവൻ JP അങ്കിളാണെങ്കിലും വളരെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ കല്യാണത്തിന്റെ സമയം തന്നെ അവരുടെ JP അങ്കിളുടെ മക്കളും തന്നെ പറയുന്നുണ്ട്, ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു, അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു. അല്ലാണ്ട് അച്ഛൻ അവിടെ ആരുടെ അനുവാദം മേടിക്കേണ്ട കാര്യമില്ല. അത്രയും ഫോർവേഡായിട്ട് കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരാളെടുത്ത് നമ്മുടെ അമ്മ സേഫ് ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്രയും പോരെ. ഇതെങ്ങനെയാ അപ്പം, അതായത് നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്തു, അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് കല്യാണം കഴിക്കൂ, അമ്മയ്ക്ക് ഒരു പാർട്ട്ണർ വേണമെന്ന് പറയുമ്പോൾ അമ്മ ആദ്യം വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ JP അങ്കിൾ വരുന്നു. എങ്ങനെയാണ് അപ്പൊ നിങ്ങളോട് ഇത് അവതരിപ്പിച്ചത്? അമ്മ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വരുമ്പോ എല്ലാം ശരിയാവും, വഴി മാറും, ചരിത്രം വഴി മാറുന്നു. അതേപോലെ അമ്മ മനസ്സ് മാറി. അമ്മ അങ്കിള് വിളിച്ച് സംസാരിച്ചതിന് ശേഷം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. അങ്കിളിന് എൻ്റെ അടുത്ത് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതാണ് കണക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു ആ കാര്യം. ഇപ്പം മംഗള് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും മംഗളിനെ അറിയാം. അതായത് അമ്മയുടെ റിലേറ്റീവ്സിനെല്ലാം അങ്കിളിനെ അറിയാവുന്നതാണ്, കാരണം ഒരേ ഏരിയയിലാണ് താമസം. അപ്പം ഈ അങ്കിളിന് ആലോചന വരുന്നുള്ള കാര്യവും നമുക്കറിയാം. ഈ അങ്കിൾ ഇപ്പൊ ശരിയാണ്, അവിടെ ഇന്ന ആളെ ആലോചിച്ചതായിരുന്നു, മറ്റേത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വന്ന് അമ്മ ഇത് അറിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ കണക്ട് ആയി കാണും. കാരണം എങ്ങനെയായിരുന്നു ആദ്യം വിളിച്ചത് സമയമൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല, അത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു അങ്കിൾ ഉണ്ട്, ഇങ്ങനെ സംസാരിച്ചു നമ്മുടെ അടുത്ത്, അമ്മേനെ ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും പറഞ്ഞത് സപ്പോർട്ട് ചെയ്തു. നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം ആൾക്കാർ അമ്മയ്ക്ക് ഈ ആൾക്കാരുടെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും ചോദിക്കും, അമ്മ പറയുന്നത് ഇത് എന്താ വിചാരിക്കുക, ഒന്നാമത് ആള് സിംഗിൾ ആണ്, അതിന്റെ ഒരു കാര്യവും ചോദിക്കും, ഇതെന്താ മോളെ കല്യാണം കഴിപ്പിക്കാതെ അമ്മ കല്യാണം കഴിക്കുന്നത് മോളുടെ ഇഷ്ടമാണ്. അത് എന്റെ ചോയ്സ് ആണ്, ഞാൻ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത്. അതിലിപ്പോ വേറെ ആരും നോക്കേണ്ട കാര്യമില്ലല്ലോ. നാളെ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നി ഞാൻ കല്യാണം കഴിക്കും. ഒരിക്കലും കല്യാണം കഴിക്കാണ്ടിരിക്കുന്നു ആള് പറഞ്ഞിട്ടൊന്നുമില്ല. റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈമിൽ വരുമ്പോൾ ആള് കല്യാണം കഴിക്കും എന്നും പറഞ്ഞ് ഇപ്പൊ നിർബന്ധിച്ച്
കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ കുട്ടികളടുത്തും നേരത്തെ മസ്താനി പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്, 30 വയസ്സിനുള്ളിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമാണ്, നടക്കില്ല എന്ന് പറഞ്ഞു. 30 വയസ്സിന് മുന്നേ നമ്മുടെ അവിടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇതേപോലെ നല്ല പഠിക്കുന്ന കുട്ടികളെയൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. അത് കഴിഞ്ഞ് അവർ പ്രഗ്നന്റ് ആവും, അവർക്ക് കുട്ടിയായി, പിന്നെ കുട്ടീനെ നോക്കാൻ ആളില്ല, അമ്മയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല, അമ്മായിയമ്മയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പഠിത്തം പോയ എത്ര കുട്ടികളുണ്ട്. അതേപോലെ ചിലർ പറയും കുട്ടി കുറച്ച് വലുതായതിനു പഠിക്കാന്ന് പറയും. അതൊക്കെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പോയ ഒരു കാര്യം, വളരെ റെയർലി ആയിട്ട് നടക്കുന്നത്. ഞാൻ എന്റെ കുട്ടികളോട് പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഡിഗ്രി കഴിയുന്നത് വരെ എങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കും. കാരണം പേരൻസ് ഇപ്പോഴും ഫോഴ്സ് ചെയ്ത് കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. അത് അവർക്ക് ഒരു താല്പര്യമില്ലാണ്ട് മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും പെട്ടെന്ന് വന്നിട്ട് മിസ്സേ കല്യാണം തീരുമാനിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേരൻസിന്റെ അടുത്ത് പറയാറുണ്ട്, ഡിഗ്രി ഒന്ന് കഴിയുന്നവരെ വെയിറ്റ്, അയ്യോ അവർക്ക് പറ്റില്ല, ഇപ്പൊ തന്നെ വേണം, അവർ പഠിപ്പിച്ചോളാം എന്നാണ് പറയുന്നത്. പിന്നെ ആരും പഠിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരും ഉണ്ട്, 1-2 പേര് മാത്രം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അവരവരുടെ ചോയ്സ് ആണ്. വന്ന അമ്മ പറഞ്ഞു, നമുക്ക് സന്തോഷമായിരുന്നു, നമ്മളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുത്തു. അതാണ് സംഭവം. അപ്പൊ എത്ര സമയം എടുത്തു ഇതൊക്കെ ഫിക്സ് ചെയ്ത് സെറ്റ് ആവാൻ വേണ്ടി? 2 വീക്സ്, ഒരു 2 വീക്സ് അത്രേ ഉള്ളൂ. ആള് നോർമലി വെക്കേഷൻ വന്നതാണ്, ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ കല്യാണത്തിന് വേണ്ടി വന്ന ആളേ അല്ല. ഞാൻ നോർമലി ക്രിസ്മസ് വെക്കേഷന് ഞാൻ വരാറുണ്ട്, അതേപോലെ ബുക്ക് ചെയ്തതാണ് ഫ്ലൈറ്റ്. ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് ശരിക്കും കല്യാണം നമുക്ക് നടത്താം നമ്മൾ തീരുമാനിക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട്, അവരുടെ 2 മക്കളും അബ്രോഡാണ് ഉള്ളത്, അവരിപ്പോ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നടത്തിയാൽ അവിടുന്ന് ആളുണ്ട്, നമുക്ക് എല്ലാവരും ഒരുമിച്ചുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇനി ഒരാൾ 2-3 ഇയേഴ്സ് കൂടുമ്പോൾ വരുന്ന ആൾക്കാരാണ് ഈ കാനഡയിലൊക്കെ ഉള്ളവർ. അപ്പൊ അത്രയും നാളെ ഇവർ ഈ പ്രായത്തിൽ ഇനിയും 3 വർഷം കഴിഞ്ഞിട്ട് അവർ വരട്ടെ നടത്താന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ടാണ് പിന്നെ വിചാരിച്ച ആ സമയത്ത് തന്നെ നടത്താം എന്ന് പറഞ്ഞ്. പിന്നെ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഇതൊന്നും അല്ലായിരുന്നു, സിമ്പിൾ ആയിട്ട് അമ്പലത്തിൽ പോയി. ഇത്ര വൈറലായി? അതിന്റെ കാര്യം കൂടെ ഒന്ന് പറയാം. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഒരു മീഡിയ പേഴ്സൺ ആണ്, വർഷങ്ങളായിട്ട് കൈരളി, സൂര്യ എല്ലാ ചാനൽസിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഹസ്ബൻഡിന്റെ ഈ അമ്മ പറഞ്ഞല്ലോ ഷോർട്ട് ഫിലിംസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അമ്മയുടെ ഒരു ടീം ഓഫ് ബോയ്സ് ഉണ്ട്, ഈ അമ്മ എന്ന് പറഞ്ഞ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് ഷോർട്ട് ഫിലിമിൽ അമ്മയുടെ മക്കൾ. അപ്പൊ അവരവരുടെ നമുക്ക് ചേട്ടാ നമുക്ക് ഇതൊരു സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിന്റേജ് സ്റ്റൈലിലുള്ള ഒരു പഴയ സ്റ്റൈല് പൂക്കളുള്ള ഷർട്ടും കോണ്ടസക്കാരൊക്കെ ഇട്ട് നല്ലൊരു സേവ് ദ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൈറലായുള്ള ഒരു സാധനമായിരുന്നു. അത് കണ്ടിട്ടാണ് പല മീഡിയാസും ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ അതൊന്ന് കവർ ചെയ്തോട്ടെ, കാരണം അതിൽ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും മീഡിയാസ് എല്ലാരും കൂടെ വരുന്നും ഇതെന്താ പറയാ ഇത് സംഭവം നമ്മൾ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരുമെന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല. അപ്പോഴും പറയുന്നത് ഭയങ്കര നിങ്ങളിത് ചെയ്തത് ഭയങ്കര പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ശ്വേത സെന്തിൽ എന്ന് പറഞ്ഞു, അതിന്റെ പ്രൊമോഷനും കൂടെ അങ്ങ് പറയാം ഇതിന്റെ കൂടെ. ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ പറയും ഞാൻ പ്രൊമോട്ട് ചെയ്യാണെന്ന്. അപ്പം ആ ചാനലില് റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തത് എന്നുള്ളത്. ദൈവം സഹായിച്ച് നല്ല ശമ്പളം മേടിക്കുന്ന 2 ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ 2 പേരും. അപ്പൊ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വരുമാനം കിട്ടിയിട്ട് കുടുംബം നോക്കേണ്ട കാര്യം ദൈവം സഹായിച്ച് ഇതുവരെ ഇല്ല. പിന്നെ അതെ നാളെ വരെ എല്ലാ ദിവസവും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കണം. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ RJ-യും VJ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. എനിക്ക് മീഡിയ ഇഷ്ടമാണ്, എനിക്ക് യൂട്യൂബ് ഇഷ്ടമാണ്, എനിക്ക് കണ്ടന്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. അല്ല എൻ്റെ പാട്ടുണ്ട്, എൻ്റെ ബാക്കി കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, എൻ്റെ റെഗുലർ വ്ളോഗ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ കല്യാണത്തിൻ്റെ ഒരു സേവ് ദ ഡേറ്റ് ഞാൻ എൻ്റെ ചാനലിൽ ഇടാണ്ട് പിന്നെ ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത്? അങ്ങനെയാണ് ഞാനൊരു മീഡിയ പേഴ്സണേ അല്ല. ഇത് എന്നാൽ തീരെ 500 കുറവ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ സിസ്റ്റർ ഇങ്ങനെയാ 4 lakh ഫോളോവേഴ്സും അവൾക്ക് 800 ആരെയും അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ മിണ്ടാതിരിക്കുന്ന ആളാണ്. ഫ്രണ്ട്സ് ഫാമിലി പോലും ഇൻസ്റ്റയിൽ ഒന്നും ഇല്ല. അത് എന്റെ പബ്ലിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്, ആർക്ക് വേണമെങ്കിലും എന്തും വന്ന് പറയാം, അങ്ങനത്തെ ഒരു അക്കൗണ്ടാണ് എന്റേത്. അപ്പൊ ആ ചാനലിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ള ചില ചോദ്യങ്ങൾ അതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും അടുത്ത ചോദിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ ആയിക്കോട്ടെ നമുക്ക് എന്താ നൈസായിട്ട് പെൺകുട്ടി വെള്ളത്തിൽ ചാടുവാണെങ്കിൽ നിങ്ങൾ വ്ലോഗ് ഇടിപ്പിക്കണം, അതും കൂടെ ചെയ്യണം. അതെ, ഇനി അമ്മയ്ക്കും JP-യും കൂടെ ഒരു ചാനൽ തുടങ്ങി പറഞ്ഞേക്കാം, നമുക്ക് വീഡിയോസ് എടുത്ത് തരാം പറയായിരുന്നു. ശരിക്കും സത്യം അത് നമ്മുടെ ഒരു കണ്ടന്റ് ആണ്. ഐഡിയാസിന് നന്ദി.
തീർച്ചയായിട്ടും അതെ. നമ്മള് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, നമ്മളൊരു ചാനൽ എടുക്കുന്നത്, നമ്മൾ കണ്ടന്റ് ഉണ്ട് അതിന്റെ അകത്ത് ഇടുന്നെങ്കിൽ എല്ലാം നമ്മുടെ എഫേർട്ട് അല്ലേ. അതിൽ എന്തിനാ ബാക്കിയുള്ളവർ സങ്കടപ്പെടുന്നത്? സത്യം. നമ്മൾ ആരുടെ ഫോഴ്സ്ഫുള്ളി, ഞാൻ മിക്ക എന്റെ വ്ളോഗ്സിൽ ഞാൻ പറയാറില്ല ആരുടെ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ആദ്യത്തെ തുടക്കത്തിൽ 2-3 വീഡിയോ, പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യേണ്ടവര് ചെയ്യും, അല്ലാത്തവര് പറഞ്ഞൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് കുറെ പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് കണ്ടിട്ടാണേ വന്നേന്ന് പറഞ്ഞു. നന്ദി അവർക്ക്, ഒരുപാട് നന്ദി. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത് എനിക്കറിയില്ല ഇത് ഇന്റർവ്യൂല് പറയാവുന്ന, എന്റെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവരെ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ഫാദർ മരിച്ചിട്ട് കുറച്ചധികം ഇയേഴ്സ് ആയി. ഞാനും എനിക്ക് സിസ്റ്ററും ആണുള്ളത്. അപ്പൊ ഇപ്പൊ ലിറ്ററലി ഞാനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ എന്നാലും എന്റെ ഉമ്മ കുറേ ഇയേഴ്സ് ആയിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പൊ ഞാന് ഒരു ടൈം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഉമ്മിനോട് പറയുന്നുണ്ട്, ഉമ്മ ഒരു കല്യാണം കഴിക്കും. അപ്പൊ ഉമ്മ പറയും, ആദ്യമൊക്കെ ഉമ്മക്ക് പേടിയായിരുന്നു. അതായത് 2 പെൺകുട്ടികളാണ്, പുതിയൊരാൾ വരുമ്പോ അയാൾ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വലുതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനും ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ എന്റെ സിസ്റ്റർ ഡിഗ്രി 2nd ഇയർ പഠിക്കുന്നു. പുള്ളിക്കാരത്തിൽ ലിറ്ററലി ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്ന ഒരു സെറ്റപ്പിലായി. ഇപ്പോഴും ഞാൻ ഉമ്മയോട് പറയും. ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് നിങ്ങളുടെ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉള്ള ഒരു അഡ്വക്കേറ്റ് പുള്ളിക്കാരിയുടെ അമ്മേനെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ ഉമ്മയ്ക്ക് അത് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, കണ്ട കഴിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ കാണിച്ചു. അതിനുശേഷമാണ് വെറൈറ്റി വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ വലിയ പുള്ളിയാ, എല്ലാവരുടെ എന്നെക്കാളും നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോ ഞാൻ കണ്ട ഇത്രയും വലിയ മക്കളുണ്ട്, മക്കള് വലുതായതിലല്ല പ്രശ്നം. അപ്പൊ ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ പുള്ളിക്കാരിക്ക് എന്തോ ഒരു സാധനം, ചിലപ്പോ ഉമ്മയ്ക്ക് ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, അമ്മക്ക് ഇത് പറയാനോ. അത് ഈ എപ്പോഴും സൊസൈറ്റിയെ പേടിച്ചിട്ടല്ല എല്ലാവരും ചെയ്യാതിരിക്കുക. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ട, ഒരു മകൻ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്റെ സ്റ്റേറ്റസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞേനെ. അപ്പൊ അതില് ആ ആള് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ പോലെ ചെയ്തിരിക്കുകയാണ്. ആളുടെ അച്ഛൻ അമ്മ മരിച്ചിട്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നെയാണ്, എനിക്ക് തോന്നുന്നു 18 വർഷം എന്തോ ആയി അമ്മ മരിച്ചിട്ട്. അപ്പൊ ആൾക്ക് ഇതേപോലെ അച്ഛനെ വേറെ കല്യാണം കഴിപ്പിക്കണം എന്ന് അന്ന് 2-3 പേരൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സൊസൈറ്റി എന്ത് വിചാരിക്കും, ചിന്തിക്കും എന്ന് പറഞ്ഞിട്ട് അവരത് മാറ്റി വെച്ചു. ഇപ്പൊ പല സമയത്ത് അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അച്ഛന് വയ്യാണ്ടായി, അച്ഛൻ ഒറ്റപ്പെട്ടു പോയി. ഇവർ 2 ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയ സമയത്ത് ഇപ്പൊ അച്ഛൻ 85 വയസ്സോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പ്രായത്തിൽ അച്ഛനെ ഒരു കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹോം നേഴ്സിന് തുല്യമായിരിക്കും ആ ആള്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് റിഗ്രറ്റ് ചെയ്യുന്നു, ലൈഫിൽ എടുത്ത ആ തെറ്റായ തീരുമാനം സൊസൈറ്റിയെ പേടിച്ച് ചെയ്യാതിരിക്കുന്നതിന് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമായിട്ട് കണ്ണു നിറഞ്ഞൊരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ആലോചിക്കുന്നത്, നമുക്കൊരു ടൈം എന്ന് പറയുന്നത് നാളെ എന്ത് സംഭവിക്കുന്നതെന്ന് ഇതിലും ചോദിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ പറ്റാഞ്ഞിട്ടല്ല നമ്മള് കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. ഓൾഡ് ഏജ് ഹോമിൽ വിടണ്ടല്ലോ, നമുക്ക് നോക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ഇപ്പൊ നോക്കേണ്ട ഒരു അവസ്ഥയില്ല. അമ്മ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തിനാണ് വേറൊരാൾ നോക്കേണ്ട കാര്യം? ഇനി നാളെ ഇപ്പൊ അങ്കള് കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും അമ്മ ഒറ്റയ്ക്കാണെങ്കിലും അമ്മയെ നോക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും നോക്കും. അതിന് ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് ജന്മം നൽകിയ ആളാണത്. അത് എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ നോക്കും. അതിലൊന്നും ആരും പറയണ്ട നിങ്ങൾ എന്ത് ചെയ്യണം. അച്ഛൻ്റെ അടുത്തായാലും അങ്ങനെ തന്നെയായിരുന്നു, അമ്മയുടെ അടുത്തായാലും അങ്ങനെ തന്നെ. പിന്നെ ഒരു പാർട്ട്ണർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ വിവാഹമാണോ അടുത്ത ഓപ്ഷൻ? ഈ പാർട്ട്ണർ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളത്. എന്റെ ദൈവം, ഇങ്ങനൊക്കെ ചിന്തിക്കുന്നവരെ കുറച്ച് കടുപ്പാണ് കേട്ടോ. അവരുടെയൊക്കെ അവരെന്താണോ കഴിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമുക്ക് കിടന്നുറങ്ങി നാളെ എണീക്കുമോ എന്ന് തന്നെ നമുക്ക് നമ്മളുണ്ടോന്ന് അറിയില്ല, പിന്നെയാണോ നമ്മുടെ പാർട്ട്ണർ. അപ്പൊ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒറ്റപ്പെട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ അത്. പക്ഷെ ആ ഒരു 2 ദിവസം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമില്ലേ? ആ ഓർമ്മകൾ നല്ലതല്ലേ? അത്രേ ഉള്ളൂ. ഞങ്ങളിപ്പോ ഞങ്ങളുടെ പ്രാർത്ഥന അവരുടെ ആരോഗ്യ ആയുസിനും വേണ്ടിയിട്ടാണ്. അവർ നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ, ആരോഗ്യം ആയുസോടുകൂടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാണ്ട് എന്താ സോഷ്യൽ മീഡിയയുടെ കണ്ണു പൊത്തി നടക്കാൻ അതും ചോദിക്കുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾ ഫേസ് ചെയ്യണം, നിങ്ങൾ അല്ലെങ്കിൽ ഇതിലൊന്നും ഇടാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഫേസ് ചെയ്യാൻ റെഡിയാണ്, ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ അതിനുള്ള റിയാക്ഷൻ ആണ് ഞങ്ങൾ ഈ പറയുന്നത്. അതിപ്പോ എല്ലായിടത്തും ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന കമന്റ്സിനൊന്നും മറുപടി കൊടുക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിത് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറയുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ എന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പേരായിരിക്കില്ല നിങ്ങളുടെ ചാനൽ കാണുന്നത്. അത്രയും ആൾക്കാർ കാണുന്ന ഒരു ചാനൽ ഇത് പറയണമെന്ന് തോന്നിയിട്ട് തന്നെയാണ്. ശരിക്കും ഞങ്ങൾ ഇന്റർവ്യൂ കൊടുക്കരുതെന്ന് വിചാരിച്ചു.
വിചാരിച്ചവരാണ്. ഇനി ഒരു ഇതുമില്ല, കാരണം കല്യാണം കഴിഞ്ഞ അമ്മ ഒരുപാട് ചാനൽസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം തന്നെയല്ലേ ഞങ്ങൾ എല്ലായിടത്തും പോയിരുന്ന് പറയുന്നത്. പക്ഷെ എത്ര പേര് ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ഇത് ചിലപ്പോൾ ഈ ചാനലിലൂടെ ആയിരിക്കും കുറച്ച് പേര് കേൾക്കുന്നത്. ഒരു മാനസാന്തരം വന്ന് അവരുടെ അമ്മയ്ക്ക് ഒരു ലൈഫ് ഉണ്ടെങ്കിലോ, ഒരാളെങ്കിലും മാറി ചിന്തിച്ചാൽ നമുക്കതൊരു ഭയങ്കര വളരെ സന്തോഷമാണ്. ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് അറിയാവുന്ന നമ്മുടെ എൻ്റെ ഗുരുക്കന്മാരാണെങ്കിലും എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒരുപാട് പേര് നല്ലൊരു കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ കോൺടാക്ട് ഇല്ലാത്തവരെല്ലാവരും ഇപ്പൊ വന്നിട്ട് നല്ലൊരു കാര്യമാണ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് മെസ്സേജ് ചെയ്യുന്നു. അമ്മയുടെ ഫ്രണ്ട്സ്, അച്ഛൻ്റെ അമ്മയുടെ പ്രണയം അറിയാവുന്നവർ ഇഷ്ടം പോലെ. എങ്ങനെയാണ് രശ്മി മോഹൻ എന്നാണ് നമ്മുടെ അച്ഛൻ്റെ പേര്. അപ്പം മോഹനെ എങ്ങനെയാണ് നോക്കിയതെന്ന് അറിയാം, അവർ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയായിരുന്നു എന്നറിയാം. എന്തായാലും ഈ ഒറ്റപ്പെടലിൽ രശ്മിക്ക് ഒരാളെ നിങ്ങൾ കൊടുത്തത്, നിങ്ങൾ മക്കള് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതൊക്കെ വലിയ പുണ്യമായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെയാണ്. അതെ, നല്ലൊരു കാര്യമാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലർക്ക് ഈ പറയുന്ന പോലെ ഇതൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ട്, അവരുടെ മക്കളെ സമ്മതിക്കുന്നില്ല. കൂടുതലും ഫ്രസ്ട്രേഷൻസ് ആണ് കമന്റ് ബോക്സിൽ കിടക്കുന്നത്. കാരണം ഈ ഒരു കാര്യം ചെയ്താൽ മതി, താല്പര്യമില്ലെങ്കിൽ കാണണ്ട, വീഡിയോ കാണണ്ട, അവരെ എന്താ പറയാ, ഒന്ന് ബ്ലെസ് ചെയ്യണ്ട, ഒന്നും വേണ്ട. എനിക്ക് താല്പര്യമില്ല, കാണാതെ പോവാം. അതിൻ്റെ ഇടയിൽ എന്തിന് നിങ്ങൾ ചെയ്തെന്ന് ചോദിക്കാൻ അവർക്ക് അധികാരമില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. കാണാതെ പോവാം, അവർക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതാണ് ഫൈനലി. ശരിക്കും നിങ്ങൾ ഭയങ്കര മോട്ടിവേഷനാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഞാൻ ഉമ്മീനെ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇപ്പം എനിക്ക് ഒരു കല്യാണം ആകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഉമ്മീനെ ഒരാളുടെ കൈ പിടിച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം മസ്താനിയുടെ ചിന്തകൾ തന്നെ നമ്മളെ ഞാൻ ലിറ്ററലി പറയാണ്. ഇപ്പം സീരിയസ്ലി എനിക്ക് എൻ്റെ ഉമ്മീനെ കല്യാണം കഴിപ്പിക്കാനും എൻ്റെ ഉമ്മയ്ക്ക് നല്ലൊരു പാർട്ട്ണർ വരാനും അവര് നല്ലൊരു ലൈഫ് ജീവിക്കുന്ന കാണാനും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ അനിയത്തിക്കും നല്ല ആഗ്രഹമുണ്ട്. കാരണം നാളെ ഇപ്പൊ ഞാനൊരു ലൈഫിലേക്ക് പോകും, അവളിപ്പോ ജോലി സംബന്ധമായിട്ട് ഇപ്പൊ ദൂരെ വർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ അവള് പോകും, അവൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഒബ്വിയസ്ലി എന്തായാലും ഉമ്മ ഒറ്റയ്ക്കാവും. അത് നമുക്ക് സ്നേഹമല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്റെ ഉമ്മയ്ക്ക് കൂട്ടായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചുമ്മാ കണ്ടന്റിന് വേണ്ടി പറയില്ല. ഞാൻ കുറെ നാളായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇടട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു പോസ്റ്റ് ഉണ്ട്, ചെന്നൈയിലും ആന്ധ്രയിലും ഒരു കുട്ടി, അവളുടെ അമ്മ സിംഗിൾ മോമാണ്, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റ് വൈറലായി, അമ്മയുടെ കല്യാണം നടന്നു. അത് ഇവിടെ അല്ല, ആന്ധ്ര ആ ഒരു ഭാഗത്ത്. അന്ന് ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, ഞാനൊരു പോസ്റ്റ് കൊല്ലും ഞാൻ. ഇപ്പോഴും ഞാൻ ചോദിക്കും, ഞാൻ ഒരു വീഡിയോ ഇടട്ടെ, നീ ആദ്യം കല്യാണം കഴിക്കും. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ച് പോകുമ്പോ ഇവരുടെ ഒറ്റയ്ക്കാവും. അല്ല, അങ്ങനെ ചെയ്ത് ഇപ്പൊ ഞങ്ങള് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ 10 വർഷം അമ്മേനെ അങ്ങനെ നിർത്തരുതായിരുന്നു എന്നുള്ളത്. ഈ അമ്പിളി അങ്കിള് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പൊ JP അങ്കിള് കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ കല്യാണം കഴിച്ച് കുറച്ചുകൂടെ യങ് ഏജിൽ അവര് ഒന്നിച്ച് 5 years മുന്നേ ആയിരുന്നെങ്കിൽ ആരോഗ്യപരമായിട്ടും എല്ലാം കുറച്ചുകൂടെ ഒരു ഹാപ്പി, കുറച്ചുകൂടെ അവർക്ക് ട്രാവൽ ചെയ്യാനോ എല്ലാ കാര്യത്തിനും അവർ ഒറ്റപ്പെടില്ലായിരുന്നു അത്രയും വർഷം. അത് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ വീട്ടിൽ പറഞ്ഞു കൈ പിടിച്ചു കൊടുക്കാം, എന്നിട്ട് ഞാൻ ഒരാളെ കൈ പിടിക്കും. അതൊക്കെ മൊമെന്ററി ആണ്. ആ ഒരു സമയത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത് ചർച്ച ചെയ്യുന്നു, നാളെ വേറൊരാൾ കല്യാണം കഴിക്കുമ്പോൾ ഇത് മാറുന്നേ, അല്ലെങ്കിൽ ഇതിപ്പോ നാളെ ഞാൻ ആരാ നീ ആരാന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഫൈനലി അവര് സന്തോഷമായിട്ടിരിക്കുക. നാളെ കഴിഞ്ഞാലും അവർ ഒരുമിച്ചാണ്, നമ്മൾ മാത്രമേ മാഞ്ഞു പോന്നോളൂ. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഇപ്പൊ അമ്മ അറിയാത്തത് മസ്താനിയും അല്ലെങ്കിൽ സിസ്റ്ററും കൂടെ ഉണ്ടായത് കൊണ്ടാണ്. അതൊന്നും മാറി കഴിയുമ്പോഴത്തേക്ക് ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ എൻ്റെ മോളിപ്പം 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ആള് തന്നെ ഒരു ദിവസം നമ്മുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ അമ്മയുടെ അടുത്താണ് പോയി നിൽക്കുന്നതെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഞാൻ എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞോ, ജോലി കഴിഞ്ഞോ, വരുവോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഒറ്റപ്പെടൽ ഒട്ടും പറ്റാത്ത ഒരാളാണ്. എനിക്ക് ഒന്നില്ല എൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ അമ്മ, ഹസ്ബൻഡ്, മോൾ ആരെങ്കിലും കൂടെ ഇങ്ങനെ വേണം എപ്പോഴും ആരെങ്കിലും ഒക്കെ വേണം എന്നുള്ളൊരു ചിന്ത ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ കുറച്ചു നേരം തന്നെ ഞാൻ കാണാതിരിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അയ്യോ ഇവള് വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇനിയിപ്പോ ഇവള് പോവില്ലേ പഠിക്കാനൊക്കെ ആയിട്ട് എബ്രോഡ് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പം എന്നോട് ഹസ്ബൻഡ് ഇപ്പോഴേ പറയും, നീ ഇത് ഇപ്പോഴേ അത് മനസ്സിലിട്ട് പ്രോസസ് ചെയ്ത് ഓക്കെ ആക്കി വെക്കണം. കാരണം അവരൊന്നും നമ്മുടെ പ്രോപ്പർട്ടി അല്ല. അതാണ്, അമ്മയായാലും കുട്ടിയായാലും പ്രോപ്പർട്ടി അല്ല, അവര് പോകും. എല്ലാവരും ഇൻഡിവിജ്വൽ. പിന്നെ അതിപ്പോ കുട്ടിയെ നോക്കാൻ വേണ്ടി അമ്മ നമുക്ക് ഇവളുടെ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചാൽ വിടണ്ടല്ലോ, ഇവളുടെ കുട്ടി വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് അമ്മയുടെ അടുത്തായിരുന്നു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വിചാരമുണ്ട്. അതായത് ഇപ്പം
നമ്മൾ കല്യാണം കഴിച്ച് നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മ ഒറ്റയ്ക്കുള്ള ഒരു അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അമ്മ servant ആണ്. ഉണ്ടെങ്കിൽ അവര് നോക്കും. അതെ, caretaker, nannies, maid എല്ലാം പിന്നെ അമ്മയാണ്. ചിലവർ അബ്രോഡ് ആണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാല് അമ്മേനെ കൊണ്ടുപോകും. അത് എല്ലാരും സ്നേഹം കൊണ്ടല്ല കൊണ്ടുപോകുന്നത്. സ്നേഹം കൊണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുട്ടീനെ നോക്കാൻ അവര് ജോബിന് പോകുമ്പോ കുട്ടീനെ നോക്കാൻ പൈസ കൊടുക്കാത്ത servant അതെ, അത് രണ്ട് രീതിയിലുണ്ട്. ഒരെണ്ണം ഈ അമ്മമാർ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. കാരണം എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തട്ടെ, അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുക്കാത്ത എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ വളർത്തണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അമ്മമ്മമാരും അപ്പന്മാരും ഉണ്ട്. അതേ സമയത്ത് തന്നെ തീരെ ഇഷ്ടമില്ലാതെ ഇത് ചെയ്യുന്ന ആൾക്കാരും ധാരാളം ഉണ്ട്. അപ്പം അത് അവരുടെ കടമയൊന്നുമല്ല. ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ആരും ഓഫീസിലുണ്ട് ആൾക്കാർ, പേരൻസ് രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന കുട്ടിയെ നാട്ടില് അമ്മയുടെ അച്ഛന്റെയും കൂടെ നിർത്തുന്നത്. അപ്പൊ ഒരു ഗ്രാൻഡ് പേരൻസിന് കൂടെയാണ് വളരുന്നത്. കുറെ പേർക്ക് അത് ഓക്കെയാണ്, കുറെ പേർക്ക് അത് സന്തോഷമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ അവരുടെ ഒറ്റപ്പെടൽ ചിലപ്പോൾ മാറ്റുന്നത് ഈ ഗ്രാൻഡ് ചിൽഡ്രനിലായിരിക്കും. പക്ഷെ ചിലർക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ഒറ്റപ്പെടൽ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. സിംഗിൾ പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യും. കാരണം നമ്മൾ നോക്കുമ്പോ എന്താ, നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഓടി സൈഡ് നടക്കുന്നു. പക്ഷെ അവരുടെ റൂമിൽ കയറി കഴിയുമ്പോൾ അമ്മമാരുടെ ആണെങ്കിലും അച്ഛന്മാരുടെ ആണെങ്കിലും എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്തൊക്കെ വിഷമങ്ങളാണ് അവർക്കുള്ളത്. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ അവർ ഭയങ്കര ചിരിച്ച് കളിച്ച് ആക്റ്റീവായിട്ട് നടക്കും. നമ്മൾ ചിന്തിക്കുന്നതാണ് മസ്താനി ഇപ്പൊ പറയുന്നത്. അതെ, പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും എന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആണ് ഉമ്മയുടെ റൂം. അപ്പൊ ഉമ്മ ഇങ്ങനെ കിടക്കുന്ന കാണും. ഉമ്മ അങ്ങനെ ഡോറ് ക്ലോസ് ചെയ്യില്ല, ചാരി വെക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ എത്തി നോക്കിയാല് ഉമ്മയുടെ ബെഡ് എനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഉറങ്ങുമായിരിക്കും. പക്ഷെ പുള്ളിക്കാരി ഉറങ്ങുമല്ല. അതായത് കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കാം. നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാവും. പക്ഷെ ശരിക്കും എന്താണ് അവരുടെ വിഷമം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചോദിക്കും. അവര് റിയൽ ആയിട്ട് പറയണം, ചെലവാപ്പിക്കണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിട്ട് പറയാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ചിലതൊക്കെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിലേ അവർക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഞാൻ ഇപ്പോഴും പറയും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ എന്റെ ഉമ്മീനെ കല്യാണം കഴിപ്പിക്കുന്നത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ചിലപ്പോ ഇത് ഈ ഇന്റർവ്യൂവിന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഇതിന് ചിലപ്പോ ഞാൻ ഈ പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയാം. ഇതിന് സപ്പോർട്ട് ചെയ്ത് വന്നാലോ അങ്ങനെ. പക്ഷെ സ്റ്റിൽ ഞാൻ പറയാണ്, എനിക്ക് എന്റെ ഉമ്മിനെ നല്ലൊരു ആളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതെന്തായാലും ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നടക്കട്ടെ. കരുനാക്ക് വെച്ച് ഞാൻ അങ്ങോട്ട് പറയാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.